PowerPoint ട്യൂട്ടോറിയലിൻ്റെ തേർഡ് സെഷനാണിത്. ഫോർമാറ്റിംഗ് ആൻഡ് ഡിസൈനിങ് പ്രസൻറ്റേഷൻസ് ആണ് ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചത്. നെക്സ്റ്റ് ഇൻസേർട്ടിംഗ് പിക്ചേഴ്സ്. എനിക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ടാബ് എടുക്കുക, അതിൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, പിക്ചർ സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിക്ചർ ഇൻസേർട്ടഡ് ആയി. പിക്ചറിനെ ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ നിങ്ങൾക്ക് ഫോർമാറ്റ് ടാബിൽ കാണാൻ സാധിക്കും. ഇൻസേർട്ടിംഗ് ആക്ഷൻ ബട്ടൺസ്. അതിനായിട്ട് ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുക, ഇലസ്ട്രേഷൻസ് ഗ്രൂപ്പിൽ ഷേപ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ആക്ഷൻ ബട്ടൺസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഏത് ബട്ടണാണോ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. ഏത് പൊസിഷനിലാണോ നിങ്ങൾക്ക് ആ ബട്ടൺ ആഡ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്ഷൻ സെറ്റിംഗ്സ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, മൗസ് ക്ലിക്കും മൗസ് ഓവറും. ഏത് ആക്ഷനാണോ നിങ്ങൾക്ക് പെർഫോം ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ആക്ഷൻ ബട്ടൺസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ക്രിയേറ്റിംഗ് ഹൈപ്പർ ലിങ്ക്സ് ഇൻ പ്രസൻറ്റേഷൻ. പവർപോയിൻറ്റിലെ ഹൈപ്പർ ലിങ്കിങ് വഴി ഈ പ്രസൻറ്റേഷനിലുള്ള മറ്റേതെങ്കിലും ഒരു സ്ലൈഡിലേക്കോ അല്ലെങ്കിൽ പ്രസൻറ്റേഷന് പുറത്ത് മറ്റേതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു വെബ് പേജിലേക്കോ നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും. ഇനി അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ടെക്സ്റ്റാണോ ഇമേജാണോ നിങ്ങൾക്ക് ഹൈപ്പർ ലിങ്കായിട്ട് വർക്ക് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇൻസേർട്ടിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഹൈപ്പർ ലിങ്ക്സ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഏത് രീതിയിൽ ക്ലിക്ക് ചെയ്താലും എനിക്ക് ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ഇവിടെ ഞാൻ പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ എടുത്തു. അപ്പോൾ എനിക്ക് ഈ ഡോക്യുമെൻറ്റിനുള്ളിൽ ഈ പ്രസൻറ്റേഷനുള്ളിൽ തന്നെ മറ്റൊരു സ്ലൈഡിലേക്ക് ലിങ്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഏത് സ്ലൈഡിലേക്കാണോ എനിക്ക് ലിങ്ക് കൊടുക്കേണ്ടത് അത് കാണിക്കുക. മറ്റ് സ്ലൈഡ്സിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ കാണാം. ഞാൻ അതിൽ നിന്ന് 4th സ്ലൈഡാണ് സെലക്ട് ചെയ്യുന്നത്. എനിക്ക് അതിലേക്കാണ് ഹൈപ്പർ ലിങ്ക് വേണ്ടത്. അത് ഞാൻ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി സ്ലൈഡ് ഷോ ടൈമിൽ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് 4th സ്ലൈഡിലേക്ക് പെട്ടെന്ന് തന്നെ എത്താനായിട്ട് സാധിക്കും. ടെക്സ്റ്റിലോ ഇമേജസിലോ നിങ്ങൾക്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഒരു ഇമേജിൽ ഹൈപ്പർ ലിങ്ക് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻ്റ് ആണ് നമ്മൾ നേരത്തെ എടുത്തത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വെബ് പേജിലേക്കാണ് പോകേണ്ടതെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, URL അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനവിടെ ഒരു URL കൊടുത്തിട്ടുണ്ട്. ഇനി ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ കൊടുത്ത വെബ് പേജിലേക്ക് ലിങ്ക് പോകും. ഓക്കെ. ഇനി ഹൈപ്പർ ലിങ്ക്സ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഹൈപ്പർ ലിങ്ക്സ് റിമൂവ് ആയി കിട്ടും. നെക്സ്റ്റ് ഇൻസേർട്ടിങ് എ വീഡിയോ ക്ലിപ്പ്. ഒരു വീഡിയോ ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ടാബ് എടുക്കുക, അതിൽ വീഡിയോ ബട്ടണിൻ്റെ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ഓൺ മൈ PC എടുക്കുക, ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, മൂവി ഫയൽ സെലക്ട് ചെയ്തു, ഇൻസേർട്ട് കൊടുക്കുക. വീഡിയോ ക്ലിപ്സ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ സൗണ്ട് ക്ലിപ്സും ഇൻസേർട്ട് ചെയ്യാം. അതിനായിട്ട് ഇൻസേർട്ട് ടാബ് എടുക്കുക, അതിൽ ഓഡിയോ ബട്ടണിൻ്റെ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക, ഓഡിയോ ഓൺ മൈ PC എടുക്കുക, ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, ഫയൽ നെയിം കൊടുക്കുക, ഇൻസേർട്ട് കൊടുക്കുക. നെക്സ്റ്റ് ആനിമേഷൻ എഫക്ട്സ്. ഒരു സ്ലൈഡിലെ ഒരു ടെക്സ്റ്റിനോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനോ സ്പെഷ്യൽ വിഷ്വൽ അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റ് കൊടുക്കാനാണ് ആനിമേഷൻ എഫക്ട്സ് യൂസ് ചെയ്യുന്നത്. ഫെയ്ഡ്, വൈപ്പ്, ഫ്ലൈന് ഇതൊക്കെയാണ് പൊതുവെ യൂസ് ചെയ്യുന്ന ആനിമേഷൻ എഫക്ട്സ്.
ആനിമേഷൻ എഫക്ട്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്കിനി നോക്കാം. അതിനായിട്ട് ഞാൻ വേറൊരു പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്യുകയാണ്. ഏത് ടെക്സ്റ്റിലാണോ ഒബ്ജക്റ്റിലാണോ നിങ്ങൾക്ക് ആനിമേഷൻ ആഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ആനിമേഷൻ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻട്രൻസ്, എംഫസിസ്, എക്സിറ്റ്, മോഷൻ പാർട്സ് ഇങ്ങനെ 4 മേജർ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. സ്ലൈഡ് അപ്പിയർ ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് എങ്ങനെ അപ്പിയർ ചെയ്യണമെന്നാണ് എൻട്രൻസിൽ പറയുന്നത്. നമുക്ക് വൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെയായിരിക്കും അത് വരുന്നത്. ടെക്സ്റ്റ് പ്രോപ്പർട്ടീസൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റിനെ എംഫസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഈ കാണുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. സ്പിന്നാണ് ഞാൻ ചൂസ് ചെയ്തത്. അതിനനുസരിച്ചിട്ട് ആനിമേഷൻ മാറിയത് നിങ്ങൾക്ക് കാണാം. ഒബ്ജക്റ്റ് കളറോടെ നോക്കാം. ടെക്സ്റ്റിൻ്റെ കളർ മാറുന്നത് നിങ്ങൾക്ക് വ്യൂ ചെയ്യാം. ഇനി എക്സിറ്റ്. ഒരു സ്ലൈഡിൽ നിന്നും ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എങ്ങനെ ഡിസപ്പിയർ ചെയ്യണം എന്നാണ് എക്സിറ്റിൽ പറയുന്നത്. അപ്പോൾ ഞാൻ വീലെന്ന് പറയുന്ന ഓപ്ഷനാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇങ്ങനെയായിരിക്കും അത് ഡിസപ്പിയർ ചെയ്യുന്നത്. ഒരു സ്ലൈഡിലുടനീളം ഒരു സെലക്റ്റഡ് ടെക്സ്റ്റ് എങ്ങനെ മൂവ് ചെയ്യും എന്നാണ് മോഷൻ പാർട്സിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഞാൻ ലൂപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഏത് ആനിമേഷൻ എഫക്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് സ്ലൈഡ്സിൽ ആനിമേഷൻ എഫക്ട്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ട്രാൻസിഷൻ എഫക്ട്സ്. ആക്ച്വൽ സ്ലൈഡ് ഷോയുടെ ടൈമിൽ ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് എങ്ങനെ മൂവ് ചെയ്യണം എന്നാണ് ട്രാൻസിഷൻ എഫക്ട്സിലൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ട്രാൻസിഷൻ സ്പീഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ട്രാൻസിഷൻ സൗണ്ട് നമുക്ക് ആഡ് ചെയ്യാം. ഒരു സ്ലൈഡിലേക്ക് മുഴുവനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആനിമേഷൻ എഫക്ട്സ് ആണ് ട്രാൻസിഷൻ എഫക്ട്സ്. അതേസമയം ആനിമേഷൻ എഫക്ട്സ് എന്ന് പറയുന്നത് ചില ഒബ്ജക്ട്സ്, ടെക്സ്റ്റ്, ഷേപ്പ്, പിക്ചേഴ്സിന് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. ഇനി ഒരു ഒബ്ജക്റ്റിന് തന്നെ പല ആനിമേഷൻ എഫക്ട്സ് ഉണ്ടാകാം. അതേസമയം ഒരു സ്ലൈഡിൽ ഒരു ട്രാൻസിഷൻ എഫക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ട്രാൻസിഷൻസ് ടാബിൽ നിന്നാണ് റിക്വയർഡ് ട്രാൻസിഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സ്പീഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഡ്യൂറേഷൻ ബോക്സിൽ ടൈം ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ നമുക്ക് ട്രാൻസിഷൻ സ്പീഡ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അഡ്വാൻസ് സ്ലൈഡ് ഓൺ മൗസ് ക്ലിക്ക് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എല്ലാ സ്ലൈഡ്സിലും ഈ ട്രാൻസിഷൻ്റെ എഫക്ട്സ് വരാനായിട്ട് അപ്ലൈ ടു ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. എല്ലാ സ്ലൈഡ്സിലും ട്രാൻസിഷൻ എഫക്ട്സ് അപ്ലൈഡ് ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ പിക്ചേഴ്സ്, ആക്ഷൻ ബട്ടൺ, സൗണ്ട് ക്ലിപ്സ്, വീഡിയോ ക്ലിപ്സ് ഇതെല്ലാം ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു. പിന്നെ ഹൈപ്പർ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ട്രാൻസിഷൻ എഫക്ട്സും ആനിമേഷൻ എഫക്ട്സും അപ്ലൈ ചെയ്യാനും പഠിച്ചു. താങ്ക് യു.